നമസ്കാരം. ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്തു. കുവൈറ്റ് ഭരണ നേതൃത്വത്തിന് ഇന്ത്യൻ സമൂഹത്തോടുള്ള മതിപ്പ് പല സന്ദർഭങ്ങളിലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്തു. ഷെയ്ഖ് സാദ് അൽ സബാഹ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ 3500ഓളം പേർക്കാണ് പ്രവേശനം ലഭിച്ചത്. ഇന്ത്യൻ പ്രവാസി സമൂഹ പ്രതിനിധികൾ, ബിസിനസ് രംഗത്തെ വ്യക്തിത്വങ്ങൾ, ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾ, മാധ്യമപ്രവർത്തകർ തുടങ്ങി സമസ്ത മേഖലകളിൽ ഉള്ള ഇന്ത്യൻ സമൂഹത്തെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തത്. പല തലങ്ങളിൽ കുവൈറ്റ് ഭരണ നേതൃത്വവുമായി സംസാരിക്കാൻ അവസരം ലഭിച്ചപ്പോഴെല്ലാം കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ് കുവൈറ്റ് നേതൃത്വം പങ്കുവച്ചിട്ടുള്ളതെന്നും അഭിമാനകരമാണ് ഇതെന്നും അദ്ദേഹം സദസ്സിനെ അറിയിച്ചു. ഗ്രീൻ എനർജി, ഫാർമ, ഇലക്ട്രോണിക്, ഓട്ടോമൊബൈൽ, സെമി കണ്ടക്ടർ രംഗങ്ങളിൽ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് മികച്ചതാണെന്നും മൊബൈൽ ഫോൺ നിർമ്മാണ രംഗത്ത് ലോകത്തിലെ രണ്ടാമത്തെ ശക്തിയായി മാറാൻ ഇന്ത്യക്ക് സാധിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. യുവാക്കളുടെ എണ്ണത്തിലും തൊഴിൽ നൈപുണ്യത്തിലും ഒന്നാം സ്ഥാനത്തായ ഇന്ത്യ ലോകത്തെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും മാനുഷിക വിഭവശേഷി നൽകാൻ കഴിയുന്ന കാര്യത്തിലും മികച്ച സ്ഥാനത്താണെന്നത് അഭിമാനകരമായ കാര്യം ആണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കുവൈറ്റിന്റെ സമഗ്ര വികസന പദ്ധതിയായ ന്യൂ കുവൈറ്റിലും വലിയ പങ്കാളിത്തം വഹിക്കാൻ ഇന്ത്യൻ യുവത്വത്തിന് സാധിക്കുമെന്നും ഔദ്യോഗിക ചർച്ചകളിൽ ഇത്തരം കാര്യങ്ങൾ കൂടി വിഷയമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദേശകാര്യമന്ത്രി ജയശങ്കർ ഉൾപ്പെടെയുള്ള ഉന്നത പ്രതിനിധി സംഘവും അദ്ദേഹത്തോടൊപ്പം ചർച്ചകളിൽ പങ്കെടുക്കും. വേദിയിൽ നിന്നിറങ്ങി സദസ്സിലുള്ളവരെ അഭിവാദ്യം ചെയ്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസി സമൂഹത്തോടുള്ള അഭിസംബോധന പൂർത്തിയാക്കിയത്. ജലിൻ തൃപ്രയാർ, 24 കുവൈറ്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സംഘത്തിനും ഊഷ്മള വരവേൽപ്പ് നൽകി കുവൈറ്റ് ഭരണകൂടവും കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസി സമൂഹവും 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി മോദിയും സംഘവും ഇന്ന് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘവും ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് കാലത്ത് പ്രാദേശിക സമയം 11:30 കുവൈറ്റിലെത്തിയത്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രഥമ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് അൽ സബാഹ്, പ്രധാനമന്ത്രിയുടെ ദിവാൻ ചീഫ് അബ്ദുൾ അസീസ് അൽ ദഖീൽ, വിദേശകാര്യമന്ത്രി അബ്ദുള്ള അൽ യഹ്യ എന്നിവർ ചേർന്നാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. കുവൈറ്റിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹം ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. തിരഞ്ഞെടുത്ത ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, ഇന്ത്യൻ ബിസിനസ് നേതാക്കൾ, അസോസിയേഷൻ പ്രതിനിധികൾ തുടങ്ങി നിരവധി പേരാണ് തങ്ങളുടെ പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാനായി എത്തിച്ചേർന്നത്. അതേസമയം കുവൈറ്റിൽ കഴിയുന്ന ഇന്ത്യൻ നയതന്ത്രജ്ഞനും മുൻ IFS ഓഫീസറുമായ 101കാരനായ മംഗൾ സെയിൻ ഹന്തയെ പ്രധാനമന്ത്രി മോദി സന്ദർശിച്ചു. രാമായണവും മഹാഭാരതവും അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത കുവൈത്തി സാഹിത്യകാരായ വിവർത്തകൻ അബ്ദുള്ള അൽ ബറൂൺ, പ്രസാധകൻ അബ്ദുൾ ലത്തീഫ് അൽ നിസാഫ് എന്നിവരെ മോദി അഭിനന്ദിച്ചു. രാമായണത്തിന്റെയും മഹാഭാരതത്തിന്റെയും അറബി വിവർത്തനത്തിന്റെ ഓരോ കോപ്പികൾ വീതം ഇരുവരും പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. കുവൈറ്റും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദ ബന്ധം ദൃഢമാക്കുന്നതിന് വളരെയധികം സംഭാവനകൾ നൽകിയ കുവൈത്തിലെ ഇന്ത്യൻ പ്രവാസികളുടെ മഹത്വം ഏറെ വിലപ്പെട്ടതാണെന്നും കുവൈറ്റിലെ തന്റെ സഹോദരന്മാരെ നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഗിരീഷ് ഒറ്റപ്പാലം, 24 കുവൈറ്റ്. ഖത്തർ ദേശീയ ദിനം ആഘോഷമാക്കി ഏഷ്യൻ ടൗൺ ആംഫി തിയേറ്ററിൽ നടന്ന പ്രശസ്ത ബോളിവുഡ് ഗായിക നേഹ കക്കറുടെ ലൈവ് ഷോ. ഖത്തറിലെ ഇന്ത്യൻ സമൂഹത്തിന് പുറമെ സംഗീതാസ്വാദകരായ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവർ കൂടി തിയേറ്ററിലേക്ക് ഒഴുകിയെത്തി. ഒരു ഇന്ത്യൻ ഗായികയ്ക്ക് വിദേശത്ത് ലഭിച്ച വലിയ അംഗീകാരം കൂടിയായി ലൈവ് ഷോ മാറി. രാജ്യമെങ്ങും ദേശീയ ദിനാഘോഷ പരിപാടികൾ അരങ്ങു തകർക്കുന്നതിനിടെയാണ് ഇന്ത്യക്കാർക്കൊപ്പം ദേശവും ഭാഷയും മറന്ന് ആയിരക്കണക്കിന് സംഗീതാസ്വാദകർ ഏഷ്യൻ ടൗണിലെ ഓപ്പൺ സ്റ്റേഡിയത്തിലേക്കെത്തിയത്. ഇഷിത വിശ്വകർമ്മയുടെയും ജൂനിയർ കുമാർ സാനു നന്ദകുമാറിന്റെയും ഹൃദ്യമായ ഗാനാലാപനത്തിനൊപ്പം ഖത്തറിലെ മുഹമ്മദ് റാഫി എന്നറിയപ്പെടുന്ന തെയ്യബിന്റെയും റിയാസ് കരിയാടിന്റെയും സംഗീത വിരുന്നും ആസ്വാദകർ ഒറ്റ മനസ്സോടെ ഏറ്റെടുത്തു. തുടർന്ന് ബോളിവുഡ് സംഗീത ലോകത്തെ വില കൂടിയ ശബ്ദങ്ങളിലൊന്നായ നേഹ കക്കറിന്റെ മാസ് എൻട്രി. ഇതുകൂടിയായപ്പോൾ ഗാലറികൾ അക്ഷരാർത്ഥത്തിൽ ഇളകിമറഞ്ഞു.
ഹിന്ദി സിനിമയിലെ പ്രിയ ഗാനങ്ങൾക്കൊപ്പം ലോക സംഗീതത്തിൽ ആസ്വാദക ലക്ഷങ്ങൾ ഏറ്റെടുത്ത സ്വന്തം ഗാനങ്ങളും ചടുല താളങ്ങളോടെ അരങ്ങുകൊഴിപ്പിച്ചു. ഡിസംബറിലെ കൊടുംതണുപ്പിനെ വകവയ്ക്കാതെ മണിക്കൂറുകളോളം പാട്ടും നൃത്തവുമായി ചിലവഴിച്ച ഖത്തറിലെ സംഗീതാസ്വാദകർക്ക് ഏറെക്കാലത്തിനു ശേഷം ലഭിച്ച അവിസ്മരണീയമായ സംഗീത വിരുന്നായിരുന്നു നേഹ കക്കർ ലൈവ് ഷോ. 2012-ലും 2014-ലും ശ്രേയ ഘോഷാൽ ലൈവ് ഷോയും 2013-ൽ കുമാർ സാനു അൽക്ക യാഗ്നിക് ഷോയും ഖത്തറിലെ സംഗീതാസ്വാദകർക്ക് മുന്നിലെത്തിച്ച റമി പ്രൊഡക്ഷൻസിന്റെ ഒരിടവേളയ്ക്ക് ശേഷമുള്ള തിരിച്ചുവരവ് കൂടിയായിരുന്നു നേഹ കക്കർ ഷോ. അൻവർ പാലേരി, 24 ദോഹ. ക്രിസ്മസ് രാവുകൾ സംഗീത സാന്ദ്രമാക്കിയ പ്രവാസികൾ. ദേവാലയങ്ങളിൽ കരോൾ ഗാന ശുശ്രൂഷകൾക്ക് തുടക്കമായി. മനോഹരമായ ക്രിസ്മസ് ട്രീകളും ദേവാലയങ്ങളിൽ ഉയർന്നു കഴിഞ്ഞു. ക്രിസ്തുദേവന്റെ തിരുപ്പിറവിയുടെ സന്ദേശമുയർത്തി ദേവാലയങ്ങളിൽ വിശ്വാസികൾ ക്രിസ്മസിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ദുബായിലെ ദേവാലയങ്ങളിൽ കരോൾ സർവീസുകൾ പുരോഗമിക്കുകയാണ്. ദുബായ് ജബൽ അലി മാർത്തോമ പാരിഷിലെ ഗാന ശുശ്രൂഷയ്ക്ക് പാരിഷ് കൊയറാണ് നേതൃത്വം നൽകുന്നത്. മാർത്തോമ സഭയുടെ കൊല്ലം, തിരുവനന്തപുരം ഭദ്രാസനാധിപൻ റൈറ്റ് ഡോക്ടർ ഐസക് മാർ ഫിലിഗ്നോസ് എപ്പിസ്കോപ്പ് മുഖ്യാതിഥിയായിരുന്നു. ഈ പ്രവാസികൾ ഒരുമിച്ച് ചേർന്ന് വരുന്നതായ ഒരു ആത്മീക സംഗമം എന്ന നിലയിൽ UAE വിവിധ രംഗങ്ങൾ നടക്കുന്നതായ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹകരമായി തീരുന്നു. ദുബായ് മാർത്തോമ പാരിഷും ആ രീതിയിൽ ഈ ദിവസങ്ങളിലൊക്കെയും ആത്മീയമായ കൂട്ടായ്മ ഏറ്റവും അർത്ഥവത്തായി പുലർത്തുവാൻ ദൈവം സഹായിക്കുന്നു. ഈ ഒരു വലിയ ദൈവിക ബോധവും ദൈവിക സാന്നിധ്യവും നമ്മുടെ ജീവിതത്തെ കൂടുതൽ ധന്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇടവകയിലെ കുട്ടികളും മുതിർന്നവരുമായ 200ഓളം അംഗങ്ങളാണ് ഗായക സംഘത്തിലുള്ളത്. ഒക്ടോബർ മാസം മുതൽ കരോൾ പരിശീലനം ആരംഭിച്ചിരുന്നു. ജോലി തിരക്കുകൾക്കിടയിലും ക്രിസ്മസ് ഗാനങ്ങളുടെ മനോഹാരിത പ്രാർത്ഥനയോടെ നെഞ്ചോട് ചേർത്താണ് ഇവർ കരോൾ സർവീസിന്റെ ഭാഗമായത്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും ജോലി തിരക്കിലുള്ളവരാണ്. എല്ലാവരുടെയും ജോലി സമയവും എല്ലാം ക്രമീകരിച്ച് വൈകുന്നേരങ്ങളിലും, പ്രത്യേകിച്ച് ഞായറാഴ്ചയും അല്ലാത്ത ദിവസങ്ങൾ വർക്കിംഗ് ഡേയ്സിൽ വൈകുന്നേരം ഒരു 7:30 തൊട്ട് 10:30 വരെയുള്ള സമയങ്ങളിലൊക്കെ പ്രാക്ടീസിന് വളരെ തിരക്കിൻ്റെ ഇടയിലും ഡെഡിക്കേറ്റഡ് ആയിട്ട് എല്ലാവരും വന്ന് ഈ പ്രാക്ടീസിൽ പങ്കെടുക്കുന്നു. ദേവാലയങ്ങളിൽ വിശ്വാസികളുടെ നേതൃത്വത്തിൽ മനോഹരമായ ക്രിസ്മസ് ട്രീകളും ഉയർന്നു കഴിഞ്ഞു. ഇനി ക്രിസ്മസ് വരെ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും നടക്കും. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. സ്പാനിഷ് ലീഗ് ഫുട്ബോളിലെ ബാഴ്സലോണ അത്ലറ്റിക്കോ മാഡ്രിഡ് വമ്പൻ പോരാട്ടത്തിന് അല്പസമയത്തിനകം തുടക്കമാകും. രാത്രി 1:30 ബാഴ്സയുടെ മൈതാനത്താണ് മത്സരം. തകർപ്പൻ തുടക്കത്തിന് ശേഷം കിതയ്ക്കുന്ന FC ബാഴ്സലോണ, മോശം തുടക്കത്തിന്റെ ക്ഷീണം മറന്ന കുതിക്കുന്ന അത്ലറ്റിക്കോ മാഡ്രിഡ്. ലാലീഗയിൽ ഫോമിന്റെ കാര്യത്തിൽ 2 ധ്രുവങ്ങളിലുള്ള ടീമുകൾ ഇന്ന് മുഖാമുഖം. അവസാന 6 കളിയിൽ 3 തോൽവി, 2 സമനില, 1 ജയം. ഇതാണ് ബാഴ്സലോണയുടെ അവസ്ഥ. അത്ലറ്റിക്കോ ആവട്ടെ 6-ൽ 6 ജയിച്ചു. ലെമീൻ യമാലിന്റെ പരിക്ക് ബാഴ്സലോണയെ ശരിക്കും വലയ്ക്കുന്നുണ്ട്. പ്രതിരോധത്തിലെ പാളിച്ചകളും തലവേദനയാകുന്നു. കൗണ്ടർ അറ്റാക്കിലൂടെ കളം നിറയുന്ന അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ കണ്ടറിഞ്ഞു കളിച്ചില്ലെങ്കിൽ 1ാം സ്ഥാനം നഷ്ടമാകും ഹാൻസി ഫ്ലിക്കിന്റെ സംഘത്തിന്. അതേസമയം നിലവിലെ ഫോമിൽ ബാഴ്സലോണയെയും വീഴ്ത്താമെന്ന പ്രതീക്ഷയിലാണ് ഡീഗോ സിമിയോണിയുടെ സംഘം. അന്റോയിൻ ഗ്രീസ്മാൻ, ഹുലിയൻ അൽവാരസ് എന്നിവരുടെ ഗോളടി മികവാണ് അത്ലറ്റിക്കോയുടെ കരുത്ത്. സ്പോർട്സ് ഡെസ്ക്, 24. മറ്റു വാർത്തകൾ നോക്കാം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസ കരട് പട്ടികയിൽ സർവത്ര പിശക്. പട്ടികയിൽ നിന്ന് അർഹരായവർ ഒഴിവായതും പേരുകളിലെ ഇരട്ടിപ്പും ചൂണ്ടിക്കാട്ടി ദുരന്തബാധിതർ മേപ്പാടി പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും അർഹരായ ആരും ഒഴിവാക്കപ്പെടില്ല എന്നുമാണ് സർക്കാരിന്റെ ഉറപ്പ്. മുണ്ടക്കൈ വിഷയം ചർച്ച ചെയ്യാൻ നാളെ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരും. പുനരധിവസിപ്പിക്കേണ്ട 388 പേരുടെ കരട് പട്ടികയിലാണ് കല്ലുകടി. മുണ്ടക്കൈ 11ാം വാർഡിൽ മാത്രം 70 പേരുകളിൽ ഇരട്ടിപ്പ്. ചൂരൽമല 10, 12 വാർഡുകളിലെ അർഹരായ പലരും പട്ടികയിലില്ലെന്ന ആക്ഷേപം. അനർഹർ പലരും ഉൾപ്പെട്ടു.
വാസയോഗ്യമല്ലെന്ന് സർക്കാർ കണ്ടെത്തിയ പുഞ്ചിരിമട്ടം പ്രദേശത്തെ പലരും കരട് പട്ടികയിലില്ല. കരട് പട്ടിക തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ പ്രതിഷേധമാണ് ദുരന്തബാധിതർ ഉയർത്തിയത്. മേപ്പാടി പഞ്ചായത്ത് ഓഫീസിലെത്തിയ പ്രതിഷേധക്കാർ LSGD ജോയിന്റ് ഡയറക്ടറെ ഉപരോധിച്ചു. കരട് പട്ടികയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കെത്തിയതായിരുന്നു ജോയിന്റ് ഡയറക്ടർ. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും പ്രതിഷേധത്തിന്റെ ഭാഗമായി. ലിസ്റ്റ് റദ്ദാക്കണമെന്ന് പ്രതിഷേധക്കാർ. ഈ ലിസ്റ്റ് പൂർണ്ണമായിട്ടും തള്ളിക്കളയേണ്ടതാണ്. ഇതിനകത്ത് ഒരു ജെന്യൂനിറ്റി ഇല്ല. ഒരുപാട് ഡബിൾ എൻട്രി വന്നിട്ടുണ്ട്. സബ് കളക്ടർ ഉണ്ടാക്കിയിരിക്കുന്ന ലിസ്റ്റാണിത്. ഇതിൽ ഈ ലിസ്റ്റ് കണ്ടിട്ട് ഞങ്ങൾ ആരെ വിശ്വസിച്ചിട്ടാണ് ഈ 700ഓളം കുടുംബങ്ങളിൽ ജീവിക്കേണ്ടത് എന്നുള്ളതാണ് ഇവർ പറയേണ്ടത്. 1-2 അപാകതല്ല, 70ഓളം അപാകത ഒറ്റ വാർഡിന്റെ ലിസ്റ്റിലുള്ളത്. അപ്പൊ ഈ ലിസ്റ്റ് പൂർണ്ണമായിട്ട് തള്ളിക്കളയണം. തുടർന്ന് ADM സ്ഥലത്തെത്തി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് പ്രതിഷേധം അവസാനിപ്പിക്കാൻ തയ്യാറായത്. രാവിലെ 10 മണിയോടെ തുടങ്ങിയ പ്രതിഷേധം 4 മണിയോടെയാണ് അവസാനിപ്പിച്ചത്. പ്രതിഷേധക്കാർക്ക് ADM നൽകിയ ഉറപ്പുകൾ ഇങ്ങനെ: DDMA കൂടിയിട്ടാണ് നമ്മൾ ആ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത് തന്നെ DDMA കൂടിയിട്ടുള്ള അതിലുള്ള അപാകതകൾ ഉടനടി പരിഹരിക്കും. വാസയോഗ്യമായ സ്ഥലം അല്ലാത്ത സ്ഥലം എന്ന് വേർതിരിച്ചിട്ടുള്ള ഒരു കാര്യം വേണമെന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ ആ രീതിയിൽ സർവേ ചെയ്ത് അതിൽ എത്രത്തോളം നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടോ എന്ന് പരിശോധിച്ച് അതിനുള്ളൊരു ഉറപ്പ് ഞങ്ങൾ തരുന്നതായിരിക്കും. പുറത്തു വന്നത് കരട് പട്ടിക മാത്രമാണെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. പിശക് സംഭവിച്ചതിൽ മന്ത്രിയുടെ വിശദീകരണം ഇങ്ങനെ: ഈ 2 ലിസ്റ്റിനെ സംബന്ധിച്ച് പരാതികളെല്ലാം സ്വീകരിക്കും. ഇരട്ടിപ്പുണ്ടായാൽ അത് നോക്കും. ഒരാശങ്കയും ഉണ്ടാകേണ്ട കാര്യമില്ല. നിലവിലുള്ള ലിസ്റ്റിൽ പെടാതെ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇരട്ടിപ്പുണ്ടായ സംഭവങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ പുതിയതായി ഉൾക്കൊള്ളേണ്ട ആളുകളുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കിയതാണ്. DDMA യോഗം അംഗീകരിച്ചതാണ്. അതിലുള്ള കുറവുകളാണല്ലോ ഈ ദിവസം പരിശോധിക്കുക. അത് പൂർണ്ണമായി പരിഹരിക്കും. ജില്ലാതലത്തിൽ ഏകകണ്ഠമായി അംഗീകരിച്ച പട്ടികയാണ് പുറത്തുവന്നത്. അർഹരായ ഒരാളെയും ഒഴിവാക്കില്ലെന്നും മന്ത്രി ഉറപ്പു നൽകി. 24 വയനാട്. ഇടുക്കി കട്ടപ്പനയിൽ നിക്ഷേപകൻ സാബു തോമസിന്റെ ആത്മഹത്യയിൽ CPIM-നെ പ്രതിക്കൂട്ടിലാക്കി മുൻ ഏരിയ സെക്രട്ടറിയുടെ ശബ്ദരേഖ. നിക്ഷേപ തുക തിരികെ ചോദിച്ച സാബുവിനോട് തനിക്ക് അടികിട്ടേണ്ട സമയം കഴിഞ്ഞുവെന്നാണ് മുൻ ഏരിയ സെക്രട്ടറി VR സജിയുടെ ഭീഷണി. കുറ്റക്കാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്ന് സാബുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. മരണം പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കും. ഈ മാസം പൈസ നിങ്ങൾക്ക് പറഞ്ഞ പകുതി പൈസ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ പിടിച്ച് തള്ളി അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക്. എന്റെ സഹാവേ, നിങ്ങൾ എന്നിട്ട് വിഷയമൊന്നും മാറ്റണ്ട. നമ്മളത് അറിഞ്ഞിട്ട് വിടാതിരിക്കുന്നതാണ്. നിങ്ങൾ അടി മേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. എന്റെ പൊന്നു സഹോദരനെ കൊന്നു. നിങ്ങൾക്ക് പണി അറിയത്തില്ല എന്നിട്ടാ. നിങ്ങൾക്ക് പണി അറിയത്തില്ല എന്നിട്ടാ. എനിക്ക് സത്യമായിട്ട് നിങ്ങളുടെ പണിയൊന്നും അറിയത്തില്ല. സത്യമായിട്ട് പണി മനസ്സിലാക്കി തരാം. കഴിഞ്ഞ ദിവസം സാബു ബാങ്കിലെത്തി 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടപ്പോൾ ജീവനക്കാർ മോശമായി പെരുമാറിയെന്ന പരാതി പറയാൻ വിളിച്ചപ്പോഴാണ് മുൻ ബാങ്ക് പ്രസിഡന്റ് കൂടിയായിരുന്ന VR സജിയുടെ ഈ ഭീഷണി. തന്റെ ചികിത്സയ്ക്ക് പണം കിട്ടാതെ വന്നതിനൊപ്പം ഭീഷണി കൂടി നേരിട്ടതോടെ സാബു പൂർണ്ണമായും തകർന്നു. സാബു തള്ളിയില്ല, അവരിങ്ങോട്ട് തള്ളിയെന്നാ സാബു പറഞ്ഞത്. അത് കഴിഞ്ഞ് ഭയങ്കര വിഷമത്തിലായിരുന്ന ആള്. ഭയങ്കര വിഷമത്തിൽ എന്ന് പറഞ്ഞാൽ 3 മണിയാകുമ്പോഴത്തേനും ഇവർ ഇട്ട് തന്നേക്കാന്ന് പറഞ്ഞു പൈസ കുറച്ച്. ഓപ്പറേഷന്റെ കേസാണ്. സാബു ഭയങ്കരമായിട്ട് നിരാശയിലാണ്. പൈസ എത്രയും പെട്ടെന്ന് റെഡിയാക്കി തരണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സാബു പിന്നെ 3 മണിയായപ്പോഴത്തേനും വിളിച്ചു. 3 മണിയായപ്പോൾ വിളിച്ചപ്പോഴത്തേനും വേറൊരാളെ ഫോൺ എടുത്തത്. ആ പുള്ളി സാബുവിനോട് പറഞ്ഞു ഇപ്പം ഞാൻ ഒരാളുടെ കൊടുക്കാന്ന് പറഞ്ഞു. അതായത് VR സജിയുടെയിലാണ് കൊടുത്തത്. അപ്പോഴാണ് ആ ഭീഷണി സന്ദേശം വന്നത്. കേസന്വേഷണത്തിൽ സഹകരിക്കുമെന്ന് CPIM പറയുന്നുണ്ടെങ്കിലും ഭീഷണിപ്പെടുത്തിയ നേതാവിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടിക്ക്. കുറ്റക്കാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. പോലീസ് വീട്ടിലെത്തി സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. മരണം കട്ടപ്പന തങ്കമണി CIമാരുടെ നേതൃത്വത്തിലുള്ള 9 അംഗ പ്രത്യേക സംഘം അന്വേഷിക്കും. കട്ടപ്പനയിലേത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. കട്ടപ്പനയിലെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, അത് ആവർത്തിക്കപ്പെടുകയാണ്. സംസ്ഥാനത്തുടനീളം അപകടകരമായ നിലയിലേക്ക് കേരളത്തിലെ സഹകരണ രംഗം മാറുകയാണ്. ഈ സഹകരണ മേഖലയിൽ ഐക്യം വേണമെന്ന് പ്രതിപക്ഷത്തോട് ആവശ്യപ്പെടുകയും അതേ സമയത്ത് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ പോലീസിനെ ഉപയോഗിച്ച് ഗുണ്ടകളെ ഉപയോഗിച്ച് ഈ സഹകരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുകയാണ്. 24 കട്ടപ്പന. സാബു തോമസിന്റെ സംസ്കാര ചടങ്ങ് പൂർത്തിയായി. കട്ടപ്പന സെന്റ് ജോർജ് പള്ളി സെമിത്തേരിയിലായിരുന്നു സംസ്കാരം. 2 മണിയോടെയാണ് സാബുവിന്റെ മൃതദേഹം കട്ടപ്പനയിലെ വീട്ടിലെത്തിച്ചത്. വീട്ടിലെ പൊതുദർശനത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തി.
സ്വകാര്യ നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റുകളുടെ മെറിറ്റ് അട്ടിമറി അവസാനിപ്പിക്കാൻ സർക്കാർ നഴ്സിംഗ് അഡ്മിഷൻ നിയന്ത്രണം ഏറ്റെടുത്തും അഡ്മിഷൻ നടപടികളിൽ വ്യക്തത വരുത്തിയും ആരോഗ്യവകുപ്പ് സർക്കുലർ ഇറക്കി. ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിക്കും നഴ്സിംഗ് കൌൺസിലിനും സീറ്റുകൾ വിഭജിച്ചു നൽകാനോ അഡ്മിഷൻ തീയതി നീട്ടി നൽകാനോ അനുവാദമുണ്ടാകില്ല. 24 ബിഗ് ഇംപാക്ട്. സ്വകാര്യ നഴ്സിംഗ് കോളേജുകളായ വാളകം മേഴ്സി കോളേജും വടശ്ശേരിക്കര ശ്രീ അയ്യപ്പ കോളേജും മെറിറ്റ് അട്ടിമറിക്കാൻ നടത്തിയ നീക്കം 24 പുറത്തു കൊണ്ടുവന്നു. ഈ വാർത്തയെ തുടർന്ന് മേഴ്സി കോളേജിന് അധികമായി അനുവദിച്ച 30 സീറ്റ് സർക്കാർ റദ്ദാക്കി. 24 സൂപ്പർ ഇംപാക്ട്. നഴ്സിംഗ് സീറ്റുകളിൽ മെറിറ്റ് അട്ടിമറിച്ച് പ്രവേശനം. വിദ്യാഭ്യാസം കച്ചവടമാക്കിയവരെ തുറന്നു കാട്ടി 24. പിന്നാലെ ഇത്തരം ക്രമവിരുദ്ധമായ നടപടികൾ നടക്കാതിരിക്കാൻ കൂടുതൽ വ്യക്തത വരുത്തി ആരോഗ്യവകുപ്പും സർക്കുലർ ഇറക്കി. ഇതുപ്രകാരം സ്വകാര്യ നഴ്സിംഗ് കോളേജ് അഡ്മിഷൻ നടപടികളുടെ പൂർണ്ണ നിയന്ത്രണം സർക്കാരിനായിരിക്കും. മാനേജ്മെന്റ് സീറ്റുകളുടെ എണ്ണം, അതായത് സീറ്റ് മെട്രിക്സ്, സർക്കാർ തീരുമാനിക്കും. ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി ഫീസ് നിശ്ചയിച്ചു നൽകുന്നത് സർക്കാർ സീറ്റ് മെട്രിക് തീരുമാനിച്ച ശേഷം മാത്രം. സീറ്റ് മെട്രിക്സ് തീരുമാനിച്ച് സർക്കാർ ഉത്തരവിറക്കാതെ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിക്ക് ഇടപെടാൻ കഴിയില്ല. അഡ്മിഷൻ അവസാനിക്കുന്ന തീയതി സർക്കാർ തീരുമാനിക്കും. നഴ്സിംഗ് കൗൺസിലിനോ ആരോഗ്യ സർവകലാശാലയ്ക്കോ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിക്കോ അഡ്മിഷൻ തീയതി നീട്ടി നൽകാനാകില്ല. സർക്കാർ സീറ്റിൽ മാനേജ്മെന്റ് അഡ്മിഷൻ നടത്തിയാൽ അത്തരം സീറ്റുകളിൽ അംഗീകാരം നൽകാൻ പാടില്ല. സീറ്റ് അനുവദിച്ചു നൽകുന്നത് പൂർണ്ണമായും ആശുപത്രിയിലെ കിടപ്പ് രോഗികളുടെ എണ്ണം അനുസരിച്ച് മാത്രമായിരിക്കണമെന്നും ആരോഗ്യവകുപ്പ് സർക്കുലറിൽ പറയുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക്. PF അറസ്റ്റ് വാറന്റിൽ വിശദീകരണവുമായി റോബിൻ ഉത്തപ്പ. ആരോപണ വിധേയമായ കമ്പനികളുടെ ഡയറക്ടർ സ്ഥാനം നേരത്തെ ഒഴിഞ്ഞതാണ്. ലോണായി പണം നൽകിയതിന്റെ ഭാഗമായാണ് തന്നെ ഡയറക്ടറാക്കിയത്. കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല എന്നും റോബിൻ ഉത്തപ്പ വിശദീകരിക്കുന്നു. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുകയാണ്. റഹീസ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഉത്തപ്പ പറയുന്നത്? കവിത, ഈ PF അറസ്റ്റ് വാറന്റുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ റോബിൻ ഉത്തപ്പ ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് റോബിൻ ഉത്തപ്പ ഡയറക്ടറായ കമ്പനിയിലെ തൊഴിലാളികളുടെ PF പണം പിടിച്ചെടുത്തിരുന്നു. പക്ഷേ ഇത് കൃത്യമായി അടച്ചിട്ടില്ല എന്ന് കാട്ടി തൊഴിലാളികളാണ് പരാതി നൽകിയത്. ഇതിൽ റീജിയണൽ PF ഡയറക്ടറാണ് ഇത്തരത്തിൽ ഒരു അറസ്റ്റ് വാറന്റ് റോബിൻ ഉത്തപ്പയ്ക്ക് നൽകണമെന്ന് പോലീസിനോട് നിർദ്ദേശിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് റോബിൻ ഉത്തപ്പയ്ക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. ഇതിലാണ് റോബിൻ ഉത്തപ്പ വിശദീകരണം നൽകുന്നത്. നേരത്തെ തന്നെ ആരോപണ വിധേയമായ കമ്പനികളുടെ ഡയറക്ടർ സ്ഥാനം താൻ ഒഴിഞ്ഞിരുന്നു. താൻ ലോണായി കുറച്ച് പണം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്പനികളൊക്കെ തന്നെ ഡയറക്ടറായി നിയമിച്ചത്. എന്നാൽ ഈ പണം തിരികെ നൽകാത്തതായതോടുകൂടി ഒപ്പം തനിക്ക് സമയമുണ്ടായിരുന്നില്ല കമ്പനിയുടെ കാര്യങ്ങളിൽ ഇടപെടാൻ. അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുൻപ് ഈ കമ്പനിയുടെ ഡയറക്ടർ സ്ഥാനം ഒഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തനിക്ക് ഈ ഒരു കേസിൽ പങ്കില്ല എന്ന് റോബിൻ ഉത്തപ്പ പറഞ്ഞു വെക്കുന്നു. ഒപ്പം കമ്പനികളുടെ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിട്ടില്ല. ഇതേ കമ്പനികൾക്കെതിരെ താൻ കേസ് നൽകിയിട്ടുണ്ട്. അത് നിലവിൽ നടക്കുന്നുമുണ്ട്. ഈ PF കമ്മീഷണർക്ക് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയ ഒരു മറുപടി താൻ നൽകുകയും ചെയ്തിരുന്നു എന്ന് ഉത്തപ്പ പറഞ്ഞു വെക്കുന്നു. അതായത് ഈ PF കേസുമായി ബന്ധപ്പെട്ടിട്ട് തനിക്കൊരു ബന്ധവുമില്ലെന്നാണ് ഇപ്പോൾ ഉത്തപ്പ വിശദീകരിക്കുന്നത്. പ്രവിത. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. തിരുനെൽവേലിയിൽ തള്ളിയ ആശുപത്രി മാലിന്യം നീക്കം ചെയ്യാൻ കേരളത്തിൽ നിന്ന് വൻ സംഘം. സബ് കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളിലെ 20ഓളം ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സംഘത്തിലുണ്ട്. തൊഴിലാളികളടക്കം 70 അംഗ സംഘം നാളെ തിരുനെൽവേലിയിലെത്തും. 24 ഇംപാക്ട്. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് MT. രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ളവർ MTയെ ആശുപത്രിയിലെത്തി കണ്ടു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ പ്രസിദ്ധീകരിച്ച ഗുണഭോക്തൃ പട്ടിക അപാകതകൾ നിറഞ്ഞതാണെന്ന് ടി സിദ്ദിഖ് MLA. ഖത്തർ സന്ദർശനത്തിനിടെ ദോഹയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ടി സിദ്ദിഖ് ഇക്കാര്യം പറഞ്ഞത്. തദ്ദേശഭരണ സ്ഥാപനങ്ങളോടോ ജനപ്രതിനിധികളോടോ ദുരന്തബാധിതരോടോ ആലോചിക്കാതെയാണ് പുനരധിവാസം ഘട്ടം ഘട്ടമായി നിർവഹിക്കാൻ സർക്കാർ തീരുമാനിച്ചതെന്നും പുനരധിവാസത്തിനുള്ള ആദ്യ കരട് പട്ടികയിൽ മുണ്ടക്കൈ ഭാഗത്ത് മാത്രം 65 പേരുകൾ ആവർത്തിക്കുന്നതായും സിദ്ദിഖ് പറഞ്ഞു. പുനരധിവാസത്തിൽ സർക്കാർ വലിയ ദുരന്തമായി മാറി. ഒരു ഉത്തരവാദിത്തവും ഇല്ലാതെയാണ് ഒന്നാം ഘട്ട ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കിയതെന്നും ടി സിദ്ദിഖ് കുറ്റപ്പെടുത്തി. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും ഏറ്റവും മോശപ്പെട്ട ന്യൂനപക്ഷ വർഗീയ ഘടകങ്ങളായിരുന്നുവെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ ജയിച്ചതും വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണ കൊണ്ടാണെന്നും വിജയരാഘവൻ ആരോപിച്ചു. അടിക്കടിയുള്ള വിജയരാഘവന്റെ വിവാദ പ്രസ്താവനകൾ CPIM-ന് തലവേദനയായിരിക്കുകയാണ്.
CPIM വയനാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് പ്രിയങ്ക ഗാന്ധിക്കെതിരായ എ വിജയരാഘവന്റെ പരാമർശമുണ്ടായത്. പ്രിയങ്ക ഗാന്ധിയോടോ നമ്മൾ കണ്ടില്ലേ ആരൊക്കെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഓരോ ഘോഷയാത്രയുടെയും മുന്നിലും പിന്നിലും? ആരാ? ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങൾ, തീവ്രവാദ ഘടകങ്ങൾ വരെ അതിലുണ്ടായില്ലേ? തീവ്ര വർഗീയ ഘടകങ്ങൾ ഉണ്ടായില്ലേ? അവരെല്ലാം ഉണ്ടായിരുന്നില്ലേ അതില്? അവരെല്ലാം ഇല്ലേ? എല്ലാവരും എന്തിനാണ് കാറിൽ പോകുന്നത്, അമ്മായിയമ്മയെ കാണാനാണോ എന്ന വിവാദ പ്രസ്താവനയ്ക്ക് ശേഷമാണിത്. സംസ്ഥാന നേതൃത്വം ആലങ്കാരി പ്രതികരണമെന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ടെങ്കിലും വിജയരാഘവന്റെ പ്രസ്താവനകൾ CPIMന് തലവേദനയായിരിക്കുകയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ പാർലമെന്റ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ നടത്തിയ പ്രസ്താവന വലിയ വിവാദമായിരുന്നു. ആലത്തൂരിലെ ജനവിധിയെ നിർണ്ണയിക്കുന്ന ഘടകമായി വിജയരാഘവന്റെ പ്രസ്താവന മാറിയിരുന്നു. നിലമ്പൂരിലെ പ്രസംഗത്തിലെ വനിതാ മാധ്യമപ്രവർത്തകരായ പരാമർശവും വിവാദമായിരുന്നു. പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് പ്രസ്താവനയെ പരോക്ഷമായി അനുകൂലിക്കുന്ന പ്രതികരണവും വിവാദമായിരുന്നു. സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി ആയിരിക്കുമ്പോഴായിരുന്നു വിജയരാഘവന്റെ ആ പ്രതികരണം. 24 തിരുവനന്തപുരം. CPIM പോളിറ്റ് ബ്യൂറോ അംഗമെ വിജയരാഘവനെ രൂക്ഷമായി വിമർശിച്ച് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. കള്ളത്തരത്തിന് കൂട്ടുനിൽക്കാൻ CPIM വർഗീയത പറയുന്നു. കേരളത്തിൽ വർഗീയത വന്നാൽ ഒഴിഞ്ഞുപോകാൻ പാടാണ്. വർഗീയ രാഘവനെ പോലുള്ള അപകടകാരികളെ വർഗീയത പറഞ്ഞ് രക്ഷപ്പെടാൻ സമ്മതിക്കരുതെന്നും KM ഷാജി പറഞ്ഞു. 4 വോട്ടുകൾക്ക് വേണ്ടി എടോ CPM-കാരാ, എടോ വർഗീയ രാഘവ, നീയൊക്കെ കളിക്കുന്ന ഈ വൃത്തികെട്ട കളിയുണ്ടല്ലോ, ഒരു കാര്യം ഉറപ്പാണ്, നാളെ ജയിക്കോ ഇല്ല എന്നുള്ളതല്ല. നിങ്ങൾ ഉറപ്പിച്ചു വച്ചോ, ഞങ്ങളുടെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ നിന്റെയൊക്കെ രാഷ്ട്രീയ ജീവിതത്തിൽ കിട്ടാവുന്ന വലിയ തിരിച്ചടി അത് തരാനാണ് ഞങ്ങൾ ഒരുങ്ങി നിൽക്കുന്നത്. അറിയോ വിജയരാഘവന്? അന്നും മുട്ട് വിറച്ചിട്ടില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്, അന്നും വോട്ട് കുറച്ചിട്ടില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു MP-യുടെ. നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് നിങ്ങൾ കളിക്കുന്ന വർഗീയത അവിടെ കളിച്ചാൽ മതി. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി വിവാദ യൂട്യൂബ് ചാനൽ MS സൊല്യൂഷൻ CEO ഷുഹൈബ്. കോഴിക്കോട് ജില്ലാ കോടതിയിലാണ് ഷുഹൈബ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. MS സൊല്യൂഷൻസിൽ നിന്ന് പിടിച്ചെടുത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് നീക്കം ആരംഭിച്ചതിന് പിന്നാലെയാണ് MS സൊല്യൂഷൻ CEO ഷുഹൈബ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്. സ്ഥാപനത്തിലെ മറ്റ് ജീവനക്കാരെയും ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനം. കൊടുവള്ളിയിലെ MS സൊല്യൂഷൻസിന്റെ ഓഫീസിൽ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തിയിരുന്നു. ഹാർഡ് ഡിസ്ക്, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ തുടങ്ങിയവ പിടിച്ചെടുക്കുകയും ചെയ്തു. പ്രാഥമിക പരിശോധനയിൽ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ഇവയിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനാണ് തീരുമാനം. പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്തത്. 24 കോഴിക്കോട്. ഫോക്കസ് പൂർണ്ണമാകും. ഗുഡ് നൈറ്റ്.